ഒരു കാര്യം ചെയ്യണമെന്ന് കുറേ നാളായിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സമയം സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഉടനെ ഞാനത് സോൾവ് ചെയ്യാൻ പോയി, അത് കാരണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരും എന്ന തോട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു നല്ല സമയം നോക്കി വെയിറ്റ് ചെയ്യുന്നവരാണോ? ഒരു കാര്യം ചെയ്യണമെന്ന് കുറേ നാളായിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സമയം സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവരാണോ നിങ്ങൾ? ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഉടനെ ഞാനത് സോൾവ് ചെയ്യാൻ പോയി, അത് കാരണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരും എന്ന തോട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പെടുമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിൻ റോൾ പ്ലേ ചെയ്യുന്ന പേഴ്സൻ്റെ പേരാണ് അർജുൻ. അർജുൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫേവറേറ്റ് പെയർ ഓഫ് ഷൂസ് ഉണ്ടായിരുന്നു. ആ ഷൂസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആളുടെ വൈഫ് ആൾക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കത് ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മോർണിംഗ് ഓഫീസിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്ട്രെസ്സിൽ ആളിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ആൾ നോട്ടീസ് ചെയ്തത് ആളുടെ ഷൂവിൻ്റെ സോളിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു കീറൽ പോലെ കണ്ടു. അത് കണ്ട ഉടനെ തന്നെ അത് നന്നാക്കിക്കൊണ്ടിരിക്കാനുള്ളൊരു സമയം അർജുൻ ഇപ്പോൾ ഇല്ല. ബിക്കോസ് ഇപ്പോൾ ഓഫീസിൽ പോകണം, ടൈം വളരെയധികം ലേറ്റായി. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ആൾക്കിനി അത് നന്നാക്കിക്കൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ആൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് വന്ന് ഉടനെ തന്നെ ഇത് സെറ്റ് ചെയ്യണം എന്നത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓഫീസിലോട്ട് പോയി. ഈവനിങ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലോ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു സമയം ആൾക്ക് കിട്ടിയില്ല. ബിക്കോസ് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആ ഷൂവിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റപ്പോഴത്തേക്കും അർജുൻ ഇങ്ങനെ റെഡി ആവുന്ന സമയത്ത് നോക്കുമ്പോൾ തിരിച്ചു ആ ഷൂവിൽ ആ ടിയർ അർജുൻ്റെ ശ്രദ്ധയിൽ പെട്ടു. പക്ഷെ അപ്പോഴും നന്നാക്കാനുള്ളൊരു സമയമില്ല, ബിക്കോസ് ഓഫീസിൽ പോകണം. അപ്പോൾ ആൾ വിചാരിച്ചു ഇന്ന് ഈവനിങ് വന്നിട്ട് എന്തായാലും ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ച് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ശരിക്കും പറഞ്ഞാൽ ആ കാര്യമേ അങ്ങ് മറന്നുപോയി. ബിക്കോസ് ആൾക്കിത് ഇട്ടുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആൾ പിന്നെ എന്താ പറയുക ഇതിനെ പറ്റിയിട്ട് ബോധർ ചെയ്യുന്നത് അങ്ങ് മറന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂവിൻ്റെ ആ സോൾ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ടിയർ ആയിപ്പോയി. അപ്പോൾ ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ബിക്കോസ് ഇത് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ടിയർ ആയിപ്പോയി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗും ഉണ്ട്. ആൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം എന്താ പറയുക ആൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്ന സമയം വരെയും ആൾക്ക് ഒരു ഷൂ ഇല്ലാതെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ആൾ മീറ്റിങ്ങിലെത്തിയപ്പോഴോ അതും കുറച്ച് ഡിലേ ആയിപ്പോയി. ആ സമയത്ത് അർജുൻ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്. അന്ന് ഈ ഷൂവിലൊരു ചെറിയ കീറലായിട്ട് കണ്ടല്ലോ, ആ സമയത്ത് തന്നെ ഇത് നന്നാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു സിറ്റുവേഷനിലോട്ട് വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അർജുന് ഫീൽ ചെയ്തു. നമ്മുടെ ഈ അർജുൻ ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ മനസ്സിലപ്പോൾ ഒരു ചൊല്ല് ഓടി വന്നു. അതായത് ആളുടെ ഗ്രാൻഡ്മ എപ്പോഴും ആൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ചൊല്ല്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻറേ സെയ് നൻറേ സെയ് അതേ ഇൻറേ സെയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു ഇറ്റ് വൺസ്, ഡു ഇറ്റ് വെൽ, ഡു ഇറ്റ് ടുഡേ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അർജുൻ റിയലൈസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം അത് ആ സമയത്ത് നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ ഒബ്സ്റ്റക്കിളായിട്ട് മാറുന്നതിൽ നിന്നിട്ട് നമുക്ക് തടയാൻ പറ്റും എന്ന കാര്യം അർജുൻ അന്ന് റിയലൈസ് ചെയ്തു. അതൊരു ഷൂവിൽ വരുന്ന കീറലിൻ്റെ കാര്യമായാലും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിൻ്റെ കാര്യമായാലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരാളുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്താൽ ആ കാര്യമായാലും നമ്മൾ ഡിലേ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫിക്സ് ഇറ്റ് ടുഡേ, ഫിക്സ് ഇറ്റ് വെൽ, ഫിക്സ് ഇറ്റ് വൺസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ റിപ്പയർ എപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഒരു റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതായിട്ട് വരിക. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും അത് ഇപ്പോഴത്തേക്ക് നമുക്ക് വിട്ടേക്കാം, അത് തനിയെ ശരിയായിക്കോളും. ഇതൊരു ചെറിയ പ്രശ്നമല്ല, ഇത് തനിയെ ശരിയായിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക കുറച്ച് കഴിഞ്ഞ് ശരിയാക്കാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കലുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കയറിപ്പോയ ഷൂ പോലെ അതൊരിക്കലും തനിയെ ശരിയാവില്ല, അത് പതുക്കെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇൻ കേസ് അത് തനിയെ ശരിയായതുപോലുള്ള ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ശരിയായിട്ടുണ്ടാവില്ല. അത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഈ പ്രോക്രാസ്റ്റിനേഷനും അവോയ്ഡൻസും എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, അതൊരിക്കലും സിറ്റുവേഷനെ സെറ്റ് ആക്കില്ല, അത് ഉറപ്പായിട്ടും വേഴ്സ് ആക്കുകയേ ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ സേയിങ് ഉണ്ടല്ലോ, ആ സേയിങ് അതായത് ഡു ഇറ്റ് വൺസ്, ഡു ഇറ്റ് വെൽ,
ഡു ഇറ്റ് ടുഡേ. ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു ഇറ്റ് വൺസ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും അത് ശരിയാക്കാൻ നോക്കുക. അതൊരു ഹാഫ് ഹാർട്ടഡായിട്ട് ശരിയാക്കാനല്ല, അതായത് ഫുൾ എഫേർട്ട് ഇട്ട് നന്നായിട്ട് അത് ശരിയാക്കാൻ നോക്കുക. അങ്ങനെ നിങ്ങളിത് ഹാഫ് ഹാർട്ടഡായിട്ട് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് ഉടനെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അത് പിന്നെ ഡു ഇറ്റ് വെൽ. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സൂപ്പർഫിഷ്യലായിട്ട് ജസ്റ്റ് കാണിക്കാനും വേണ്ടി ഞാനത് ശരിയാക്കാൻ നോക്കി എന്നല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ട് ഇട്ട് അത് കറക്റ്റായിട്ട് ശരിയാക്കാൻ നോക്കുക. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത പോയിന്റിലായിരിക്കും തിരിച്ചും വരിക. അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ ആഴത്തിൽ പതിഞ്ഞിരിക്കും. അത് പതിയെ അത് വെളിയിൽ വരായിരിക്കും ചെയ്യുക. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഡു ഇറ്റ് ടുഡേ. നിങ്ങൾ ഏത് മൊമെൻറ്റിലാണോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന കാര്യം റിയലൈസ് ചെയ്യുന്നത് ആ മൊമെൻറ്റിൽ അത് ശരിയാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ അത്രയും ബെറ്റർ ആയിരിക്കും. നമ്മളൊരു പൊടി പിടിച്ചൊരു സാധനം ക്ലീൻ ചെയ്യാൻ നോക്കുകയെന്ന് വിചാരിച്ചോ, ഇന്നത് ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ അത് കുറച്ച് എളുപ്പമായിരിക്കും. അത് കുറച്ച് നാൾ കഴിഞ്ഞ് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലോ അത് ക്ലീൻ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത് കൂടി വരാനല്ലേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലംസും എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിൻ്റെ കാര്യമായാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം നമ്മളൊരു ഡ്രീം ചെയ്തു എന്ന് വിചാരിക്കുക. അത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് നമ്മളത് ചെയ്താൽ നമ്മളത് ചെയ്യും. നമ്മൾ നാളെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അത് ചെയ്യാനുള്ളൊരു സാധ്യത കുറച്ച് കുറയും. മറ്റന്നാൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും കുറയും. നമ്മൾ അങ്ങനെ ദൂരെ പോകുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഈ ഡ്രീം തന്നെ മറന്നുപോകും. ഞാൻ ഈ പറഞ്ഞ മോറലുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുക എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളത് ഉടനെ സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വലിയ ഇഷ്യൂവിലോട്ട് പോവുമായിരിക്കും ചെയ്യുക. ആ ഒരു ചെറിയൊരു ടിയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ടായിരിക്കും മാറാൻ പോവുക. കറക്റ്റ് സമയത്ത് നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ട് അപ്പോളജൈസ് ചെയ്യാതിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വൂണ്ട് ശരിക്കും പറഞ്ഞാൽ വലുതായി നിങ്ങൾ അങ്ങനെ ഒരു വൂണ്ടുണ്ട് എന്ന് റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ആ പ്രശ്നം ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് മാറും. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്നിട്ട് റിപ്പയർ ചെയ്ത് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ചെറിയ പ്രോബ്ലംസ് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ടൈംലി ആക്ഷൻ ആണ്. ടൈംലി ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഇത് സംസാരിക്കുന്നതിലും ഭേദം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സെറ്റാക്കാം എന്ന മാതിരി ഒരു തോട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആ ഒരു ചെറിയ ടേമിൽ നോക്കുമ്പോഴത്തേക്കും അത് വലിയൊരു ആശ്വാസമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരു ലോങ് ടേമിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അത് വലിയ പ്രോബ്ലങ്ങൾക്ക് വഴിയൊരുക്കും. അതിന് ഉറപ്പായിട്ട് നിങ്ങളൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ അതങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എന്ന കാര്യം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഇതല്ലാതെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നേരവും കാലവും ഒക്കെ കുറിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നതും ഒരു പ്രശ്നമായിട്ട് തന്നെ വരുള്ളൂ. ബിക്കോസ് എന്താ, ജനുവരി 1 തൊട്ടിട്ട് ഞാൻ ചെയ്തു തുടങ്ങാം, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ തൊട്ടിട്ട് ഞാൻ ചെയ്തു തുടങ്ങാം. എന്തിനാ ഇത്രയും ലോങ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പം തന്നെ ചെയ്താൽ എന്താ പ്രോബ്ലം? ഞാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റ് ഒരിക്കലും നോക്കലില്ല. അതായത് എനിക്കിപ്പോൾ എന്താ പറയുക, ഇന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്കും എനിക്കൊന്ന് വർക്കൗട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യും, അത് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, ഇൻ കേസ് വേറെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ മൊമെൻറ്റിൽ തന്നെ ചെയ്യും. അത് നാളത്തേക്ക് വേണ്ടി പോലും ഞാൻ മാറ്റി വെക്കലില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ദിവസം മോർണിംഗ് എണീറ്റപ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നി, ലൈക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. എനിക്ക് ശരിക്കും വീഡിയോയിനെ പറ്റിയിട്ട് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ജസ്റ്റ് ചുമ്മാ എന്തെങ്കിലും ബർത്ത്ഡേസിനൊക്കെ എന്തൊക്കെയോ എഡിറ്റ് ചെയ്തുള്ള ഐഡിയ അല്ലാതെ എനിക്ക് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, എന്തിനെ ബേസ് ചെയ്ത് ചെയ്യണം, അങ്ങനെയൊന്നും അറിയില്ല. ഒരു ദിവസം മോർണിംഗ് എണീറ്റപ്പോൾ എനിക്ക് തോന്നി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് എന്ത് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുമെന്ന് പോലും അറിയാതെ ഞാൻ നോക്കുമ്പോഴത്തേക്കും റംസാൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് ഉമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഡെക്കറേഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലൈക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പ്ലാൻ ഇടാൻ തുടങ്ങി, എന്ത് കണ്ടൻറ് ഇടുമെന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങി ഞാൻ ഇരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്തോളം ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഞാനിനി ചിലപ്പോൾ ഒരുപാട് കാലത്തോളം ഞാനിങ്ങനെ തിങ്ക് ചെയ്താലും എനിക്ക് പ്രോപ്പർ കണ്ടൻറ് കിട്ടിയെന്ന് വരില്ല. എനിക്കൊരു പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ഞാൻ നിൽക്കുക. അപ്പോൾ ഈ ഒരു ഡ്രീം എന്ന് പറയുന്നത് നീങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ മറന്നു പോകും എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന കാര്യം. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു.
ഓരോ കാര്യം ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും അടുത്ത വീഡിയോയിൽ എന്ത് ബെറ്റർ ആക്കണം എന്ന കാര്യത്തെ പറ്റിയിട്ട് തിങ്ക് ചെയ്യും. സോ അങ്ങനെ നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലാണ് പോകുന്നത്. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും എന്താ പറയുക, മേ ബി ഒരു ബെറ്റർ ഇതിലോട്ട് എത്തിയേക്കാം, അങ്ങനെ ഇരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഓക്കെ ആയില്ല എന്ന് വരാം. ബട്ട് എങ്ങനെയായാലും ഞാനതിനെപ്പറ്റി എന്താ പറയുക ബോധേഡ് ആവാതെ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഞാനൊരു സ്റ്റെപ്പ് എടുത്തങ്ങ് വെച്ചു. സോ അങ്ങനെയുള്ള ആക്ഷൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തു തുടങ്ങിയാലുണ്ടല്ലോ അതിൻ്റെ ഇഫക്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഡിലേ ചെയ്യുന്ന ഓരോ മിനിറ്റും ഉണ്ടല്ലോ നമ്മുടെ ഡ്രീമിൽ നിന്നിട്ട് നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. സ്റ്റാർട്ട് നൗ, സ്റ്റാർട്ട് മെസ്സി, സ്റ്റാർട്ട് സ്മോൾ, ബട്ട് സ്റ്റാർട്ട് ഇറ്റ് ടുഡേ. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിപ്പോൾ ചെയ്യൂ. അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലേ നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കുറച്ച് എന്താ പറയുക അടിപൊളിയൊന്നും ആയില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു സ്മോൾ സ്റ്റെപ്പ് എടുത്ത് വെച്ച് നോക്ക്. ജസ്റ്റ് ഒരു സ്മോൾ സ്റ്റെപ്പ് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുക എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ. ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച് നോക്ക്. ഇൻ കേസ് അത് ഓക്കെ ആയില്ലെങ്കിലും കൂടി കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു എഫേർട്ട് എടുക്കാതിരിക്കാതെ, അതും ഏതെങ്കിലും ഒരു സമയത്ത് ഞാനൊരു സമയമൊക്കെ കുറിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക അതത്ര ബെനിഫിറ്റ് ആയെന്ന് വരില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, എന്ത് പരിമിതിയിൽ ചെയ്യാൻ പറ്റുമോ ആ പരിമിതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഇന്ന് ചെയ്യുക, അത് നിങ്ങൾക്ക് ഓക്കെ ആയല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അത് വന്നിട്ട് എന്താ പറയുക നമുക്കത് മാറ്റി കുറച്ചും കൂടെ എഫേർട്സ് ഇട്ട് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് അതിൽ തന്നെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങ് ചെയ്താൽ പോരെ. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്. ഈ മൊമെൻറ്റിൽ എന്താ നിങ്ങളെ കൊണ്ട് പറ്റുമോ ആ പരിമിതിയിൽ നിങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തുടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.